കേരളം ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് രാവിലെ മുതൽ. ഇപ്പൊ രാത്രി എത്ര സമയം? ഒരു 10-11 മണിയല്ലേ? ഞങ്ങള് വീഡിയോ കാണുമ്പോ ഒരു 12 മണിയൊക്കെ ആവും ചിലപ്പോ. തരിപ്പ് ഇപ്പോഴും മാറിയില്ല. ഞാൻ തരിച്ചോണ്ടിരിക്കും, തരിപ്പ് മാറണില്ല. നിങ്ങളിൽ പല ആളുകളും ആ തരിപ്പ് മാറാതിരിക്കവും ഞങ്ങളെ പോലെ തന്നെ ഞെട്ടി തരിച്ചിട്ട്. കാരണം യുവാക്കളെ കയ്യിൽ വളരെ സുരക്ഷിതമാണ്. അത് സുരക്ഷിതമാണെന്ന് മാത്രമല്ല, യുവാക്കളെ നേർവഴിക്ക് പോകേണ്ട വിദ്യാർത്ഥി സംഘടനകളാണ് SFI, KSU ഒക്കെ കളമശ്ശേരി പോളിടെക്നിക്കിൽ ലഹരി കച്ചവടം നടത്തുന്നു എന്നുള്ള ഞെട്ടിക്കുന്ന വാർത്ത. അതിസാഹസികമായിട്ട് പോലീസ്, നാർക്കോട്ടിക്സ്, എക്സൈസ്, ഡാൻസാഫ് എല്ലാരും കൂടിയും അതിസാഹസികമായിട്ട് അവര് മറ്റേ ഹോസ്റ്റലിന്റെ ഓടും പുറത്തു കൂടി സ്പൈഡർമാൻ വലിഞ്ഞു കയറുന്ന മാതിരിയൊക്കെ കേറിയിട്ടാണ് പാവങ്ങള് 2 കിലോ കഞ്ചാവും. ചിലപ്പോ പോലീസുകാരെ കൊത്തിപ്പിടിച്ച് കയറുന്ന സമയത്ത് ചെക്കന്മാരെ അവിടെ നിന്ന് കൊത്തിപ്പിടിച്ച് ഇറങ്ങുന്നുണ്ടോ? എങ്ങോട്ടാ ഞങ്ങൾ താഴത്തേക്ക്? ശരി, ഞങ്ങളൊന്നും അവിടെ കയറി വെക്കട്ടെ. അല്ല, ഇത് എന്ത് ഞെട്ടാ മാത്രമുള്ളത്? ഇത് ഒരു പോളിടെക്നിക്കിലല്ലേ? നിങ്ങൾ ഈ ഒരു പോളിടെക്നിക്ക് വിടി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഗവൺമെന്റ് കോളേജും പോളിടെക്നിക്കും ഇവിടുത്തെ എല്ലാ ബാക്കി കോളേജുകളും അതിന്റെ ഹോസ്റ്റൽസും ഒക്കെ നിങ്ങൾ കയറി തപ്പി നോക്കി. കേരളം ഞെട്ടില്ല, രണ്ടായിട്ട്. പോളിടെക്നിക്ക് മാത്രമൊന്നുമല്ല, എഞ്ചിനീയറിംഗ് കോളേജ് എല്ലായിടത്തും നിങ്ങൾ കയറി തപ്പി. എന്തിനാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ ഇരിക്കുന്നത്? ഇവന്മാരൊന്നും അറിയാതെ ഈ പറഞ്ഞ കോളേജിലും ഹോസ്റ്റലിലൊക്കെ ലഹരി ഒഴുകുമോ? അതിനിപ്പോ SFIയും കണക്കാ, KSUവും കണക്കാ, ABVPയും കണക്കാ, എല്ലാം കണക്കാ. പിടിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ അറിയോ? SFIക്കാരന്റെ മുറിക്ക് KSU കൊണ്ടുപോയി വെച്ചു, KSUവിന്റെ മുറിക്ക് SFI കൊണ്ടുപോയി വെച്ചു. ഇനിയിപ്പൊ രണ്ടാളും പെട്ട എന്ത് പറയുന്നറിയോ? ABVPനെ കളിയാ, അതാണ് പറയും. ABVP വെട്ടാ പറയും. കോമഡി ഇപ്പൊ എന്താ വെച്ചാൽ ABVP ആണ് ഇതിനെതിരെ ഭയങ്കര പ്രതിഷേധം നടത്തണം. ഇനിയിപ്പോ എന്തൊക്കെയാ നാളെ മറ്റന്നാ പുറത്തു വരാന്നുള്ള അറിയില്ല. ഇവർ രണ്ടാളും കുടുങ്ങിയ സ്ഥിതിക്ക് എന്തായാലും മറ്റൊരു കാര്യങ്ങളും ഇപ്പൊ പുറത്തു വരും മിക്കവാറും. എന്താണെങ്കിലും ന്യൂസ് അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ അല്ലെ, ഞെട്ടിക്കുന്ന വാർത്ത ഒന്ന് അറിഞ്ഞോളൂ. ഒരു സർക്കാർ പോളിടെക്നിക് കോളേജിന്റെ ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടുക, അതും 2 കിലോയോളം വരുന്ന കഞ്ചാവ്, അത് തൂക്കി നൽകാനുള്ള ത്രാസ്. അതീവ ഗൗരവമായ സംഭവമാണ് കളമശ്ശേരി പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ ഉണ്ടായത്. പോലീസ് അതിവിദഗ്ധമായി നടത്തിയ ഒരു ഓപ്പറേഷൻ. ഇന്നലെ രാത്രി 9:30 കളമശ്ശേരി പോലീസും ഡാൻസ് ഓഫ് സംഘവും കളമശ്ശേരി പോളിടെക്നിക് മെൻസ് ഹോസ്റ്റലിലേക്ക് എത്തിയത്. പിന്നാലെ ഹോസ്റ്റൽ പോലീസുകാർ വളഞ്ഞു. ടെറസ് വഴിയും അതോടൊപ്പം തന്നെ മുൻവാതിൽ വഴിയും പോലീസും ഡാൻസ് ഓഫ് സംഘവും അകത്ത് കയറി പല മുറികളിലായി പരിശോധന നടത്തി. ഈ പരിശോധനയിൽ താഴത്തെ നിലയിലെ ഒരു മുറിയിൽ നിന്ന് 2 കിലോയോളം, അതായത് 1.990 ഗ്രാം കഞ്ചാവ് പിടികൂടി. പൊട്ടിക്കാത്ത നിലയിൽ പൊതിഞ്ഞ രീതിയിലായിരുന്നു കഞ്ചാവ്. സാധാരണഗതിയിൽ ഒറീസയിൽ നിന്നും മറ്റുമൊക്കെ എത്തിക്കുന്ന കഞ്ചാവ് ഇത്തരത്തിലാണ് ഉണ്ടാകുക. കോളേജ് ഹോസ്റ്റലിലെ ഒരു വിദ്യാർത്ഥിയുടെ മുറിയിലെ ഷെൽഫിൽ നിന്നാണ് ഈ കഞ്ചാവ് പൊതി കണ്ടെത്തിയത്. അതിന്റെ തൊട്ട് സമീപത്ത് നിന്ന് ഒരു ഇലക്ട്രോണിക് ത്രാസും കണ്ടെത്തി. അതായത് ഇത് വിൽപ്പന നടത്തുന്നതിന് വേണ്ടി കൊണ്ടുവന്ന കഞ്ചാവാണെന്ന് ഇതിനോടകം മനസ്സിലായിട്ടുണ്ട്. മാർക്കോ നിരോധിക്കണം. അല്ല, മാർക്കോ നിരോധിച്ചേ പറ്റൂ. അതാണ് ആദ്യം ചെയ്യേണ്ടത്. മാർക്കോ സിനിമ നിരോധിക്കണം. പിന്നെ ചെയ്യേണ്ടത് ഇനി ഇവിടെ ഇറങ്ങിയ ഇതേപോലത്തെ വയലൻസ് ഉള്ള, അല്ലെങ്കിൽ ഇത് കഞ്ചാവും എല്ലാ സിനിമകളും കാര്യങ്ങളും എല്ലാ സിനിമയും നിരോധിക്കണം. ആണല്ലോ ആദ്യം ചെയ്യേണ്ടത്. ഇതൊക്കെ പറഞ്ഞ സമയത്തെ എന്താ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടിയിരുന്നത്? ഈ പറഞ്ഞ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ബാക്കി ഈ പറഞ്ഞ യുവജന സംഘടനകളും പിന്നെ വിദ്യാർത്ഥി സംഘടനകളും ബാക്കി പോഷക സംഘടനകളും എല്ലാവരും കൂടി ചേർന്നിട്ട് ഈ ലഹരി കച്ചവടത്തിന് മറ പിടിച്ചു കൊടുക്കുന്ന ഒരുമാതിരി ചെറ്റക്കളി നാട്ടിൽ നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഒരുത്തനെയും കണ്ടില്ലല്ലോ. ഇനിയിപ്പോൾ ഈ പിടിച്ചു എന്ന് പറയുന്നു, ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും വരുന്ന പാക്കറ്റ് പോലത്തെ ആണടോ, ആണ്. അല്ലാതെ ആരാ പറഞ്ഞത്? ഇവിടെ ബംഗാളിൽ നിന്നും ഒറീസയിൽ നിന്നും കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ വരും. കാരണം എന്താ? ഇവിടെ അങ്ങനെ കച്ചവടം നടക്കുന്നുണ്ട്, ബിസിനസ് നടക്കുന്നുണ്ട് ഇല്ലേ? അതുകൊണ്ടാണല്ലോ ഇപ്പൊ ത്രാസ് വെച്ച് നമ്മളെ മുന്നിൽ പോയി പിടിക്കുന്ന കേസുകൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അല്ലാതെ ഇതിന്റെ അടിയിൽ കൂടി ഒഴുക്കുകൾ ഇപ്പോഴും ഒരു തടസ്സം ഇല്ലാതെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഈ ത്രാസ് വെച്ച് മറ്റേ സിപ്പാക്ക് വെച്ച് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊടുന്ന് വെച്ചെന്നുള്ളത് കണ്ടപ്പോൾ മനസ്സിലാവുന്നുണ്ട്. ഇത് ഹോളി ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ടൈമിൽ പിരിവിട്ട് പൈസ മേടിച്ച് പണ്ടൊക്കെ മറ്റേ സാധനം അടിക്കാൻ വേണ്ടി പിരിവിട്ടുള്ള കഥയൊക്കെ കേട്ടിട്ടുണ്ട്. ചെക്കന്മാര് സ്റ്റഫ് അടിക്കാനാണ് ഇപ്പൊ പിരിവിട്ട് സാധനം വാങ്ങി
ഈ സൂക്ഷിച്ചിട്ടുള്ള പരിപാടി നടത്തുന്നത്. പിടിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ SFIയും KSUം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥിരം നാടകം ഇയ്യാ ഞാനെന്നുള്ള പരിപാടി എടുത്ത്. നമ്മൾ ഇത്രയും ദിവസം പുറത്തുള്ള കാര്യങ്ങൾ കേൾക്കുന്ന സമയത്ത് ഇനി വരുന്ന തലമുറേനെ മുന്നോട്ട് നയിക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാർത്ഥി സംഘടനകളും സ്കൂളുകളിൽ നിന്ന് തുടങ്ങണം, കോളേജുകളിൽ നിന്ന് തുടങ്ങണം, സംഘടനകൾ വേണോ, രാഷ്ട്രീയം വേണോ എന്നൊക്കെ ചർച്ച ചെയ്യും. ഇവരൊക്കെയാണ് ഇരുന്നിട്ട് ലഹരിക്കെതിരെയുള്ള വൻ ഘോര ചർച്ചകളിലൊക്കെ വരുന്നത്. ബാക്കിയാണ് വിദ്യാർത്ഥിയുടെ മുറിയിൽ നിന്നാണ് ഈ 1 കിലോ 9 ഗ്രാമോളം കഞ്ചാവ് പിടികൂടിയത്. പിന്നാലെ മുകളിലത്തെ നിലയിൽ പോലീസ് പരിശോധന നടത്തി. അവിടുത്തെ ഒരു മുറിയിൽ നിന്ന് 9 ഗ്രാമോളം കഞ്ചാവ് പിടികൂടി. SFI യൂണിയൻ ജനറൽ സെക്രട്ടറിയായ അഭിരാജിന്റെ മുറിയായിരുന്നു അത്. ആ മുറിയിൽ നിന്നാണ് ഈ കഞ്ചാവ് പിടികൂടിയത്. അഭിരാജിനെയും ആദിലിനെയും ആകാശിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ അളവിൽ കുറഞ്ഞ കഞ്ചാവായതിനാൽ അഭിരാജിന്റെയും അതോടൊപ്പം തന്നെ ആദിലിനെയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടിരുന്നു. ഇത് ആരോ കൊണ്ടുവന്നു വെച്ച കഞ്ചാവ് എന്നുള്ളതാണ് SFIയുടെ വിശദീകരണം. അവർ ഈ മനസാവാച അറിയാത്ത കാര്യമാണ്. SFI പ്രവർത്തകർ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ഇത് തന്നെ കൊടുക്കുന്നതിന് വേണ്ടി ആരോ ശ്രമിച്ചു എന്നാണ് അഭിരാജിന്റെ പ്രതികരണം പുറത്തു വന്നത്. പോലീസ് ആകട്ടെ മറ്റൊരു വിശദീകരണം നൽകുന്നു. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. പിടിയിലായ പ്രതികൾക്കെല്ലാം ഈ കഞ്ചാവ് സംഘവുമായി അല്ലെങ്കിൽ കഞ്ചാവ് ഹോസ്റ്റലിൽ നിന്ന് ലഭിച്ച കഞ്ചാവ് പൊതിയുമായി ബന്ധമുണ്ട്. കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാകും എന്നാണ് പോലീസ് പറയുന്നത്. ആരാണ് ഇവർക്ക് കഞ്ചാവ് നൽകിയത്, അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ്. ഈ ഹോസ്റ്റലിൽ മുൻ വിദ്യാർത്ഥികൾ നിരന്തരം വന്നു പോകുന്നത് ഒരു വലിയ പ്രശ്നമായി അവിടെ നിൽക്കുന്നുണ്ട്. നേരത്തെ ഈ ഒരു മുൻ വിദ്യാർത്ഥിയെ ഏകദേശം 100 ഗ്രാം കഞ്ചാവോടുകൂടി ഈ കോളേജിന്റെ പരിസരത്ത് നിന്ന് പിടികൂടിയിരുന്നു. അങ്ങനെ ഈ കഞ്ചാവ് മാഫിയ പോളിടെക്നിക് കോളേജിനകത്തേക്ക് കയറുന്ന ഒരു കാഴ്ച ഇവിടെ സ്ഥിതിവിശേഷം ഇവിടെ നിൽക്കുന്നുണ്ട്. ഒരു വശത്ത് സർക്കാരും പോലീസും ഒക്കെ ഡി-ഹണ്ട് പോലുള്ള വലിയ പദ്ധതികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു സർക്കാർ പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിനകത്ത് നിന്ന് കഞ്ചാവ് പിടികൂടിയത്. അതും വിൽപ്പനക്കെത്തിച്ച കഞ്ചാവ്. കഞ്ചാവും ലഹരി നാട്ടിക്ക് ഒഴുകുന്നത് തടയാൻ നട്ടലില്ലാത്തൊരു സർക്കാർ. അല്ല, ഇതിപ്പോ എന്താണെന്നറിയോ, നാളെ ഒരാൾക്ക് കയ്യിൽ വെക്കാൻ പറ്റുന്ന കുറച്ച് എമൗണ്ട് മാത്രമേ വെച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ സ്റ്റേഷൻ ജാമ്യത്തിൽ അവരൊക്കെ പരിപാടി അതോടുകൂടി തീരും ചെയ്യും. അല്ലാതെ എവിടുന്ന വരുന്നുള്ളതിനെ കുറിച്ച് ഒരു ചോദ്യം മറിച്ചിലൊന്നും ഇനി ഉണ്ടാവില്ല. ഇതിന് ഏറ്റവും വലിയ കോമഡി എന്താ അറിയോ, ആദ്യത്തെ റൂമിൽ പിടിച്ചോണ്ടത് 1 കിലോന് മുകളിൽ, അടുത്ത റൂമിലുള്ളത് അളവിൽ കുറഞ്ഞതായതുകൊണ്ട് ജാമ്യം കൊടുത്ത് വിട്ടു. പുറത്തിറങ്ങിയ 2 ടീമും പറയുന്നത് എന്താ അറിയോ, ഞങ്ങളെ റൂമിലേക്കൊക്കെ ആരോ കൊടുന്ന് വെച്ചതാണ്. ഏത് ഇത് ന്യൂസ് പുറത്തു വന്ന സമയത്ത് SFIന്റെ നേതാവ് ഉണ്ടായിരുന്നു അതിലെന്ന് പറഞ്ഞിട്ടാണ് യൂണിറ്റ് സെക്രട്ടറി ഉണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ എന്തായി, SFIന്റെ തലയിലായിരുന്നു ആദ്യം എല്ലാ സാധനവും കിടന്ന് കളിച്ചിട്ടുണ്ടായിരുന്നു. SFIന്റെ ചെക്കൻ വന്ന് പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു ഇന്നാരോ കുടുക്കിയതാണ്, ഇന്റെ റൂമിൽ ആരോ കൊണ്ടെന്ന് വെച്ചാന്ന് പറഞ്ഞിട്ട് SFIക്കാർ ഇവനെ പൊക്കി പിടിച്ചു കൊടുത്തിട്ട് എന്ത് ചെയ്ത്, മൊത്തത്തിൽ ഇത് KSU ആണ് ചെയ്തത്. KSU ഉള്ള ചെക്കൻ്റെ റൂമിൽ നിന്നാണ് പിടിച്ചത്. KSUവിൻ്റെ 2 പ്രവർത്തകർ റൂമിൽ നിന്ന് ഇറങ്ങി ഓടി എന്നുള്ള വാദമായിട്ട് അവരും ഇറങ്ങി ഒരു സൈഡിൽ, അതും വേറെ വഴിക്ക് പോവാണ്. ഈ KSU SFI ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് പ്രിൻസിപ്പൾ ഏതാണോ അവനൊക്കെ ഇതൊന്നും കേൾക്കിങ്ങൾ ഇല്ല, വീഴ്ച സംഭവിച്ചില്ല. കാരണം ഒന്ന് ഹോസ്റ്റലിൽ നിന്നല്ല പണപ്പിരിവ് നടത്തിയിരിക്കുന്നത്. അല്ല കോളേജിൽ നിന്ന് പൊതുവെയുള്ള പണപ്പിരിവ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ഇതിപ്പോ നിങ്ങൾ ഈ 2 കിലോ കഞ്ചാവ് ഹോസ്റ്റലിലേക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതല്ല കേട്ടോ, ആയിരിക്കില്ല. കാരണം അത്രയും 60 പേരേ ഉള്ളൂ. അതിൽ എല്ലാവരും ഒന്നും ഉപയോഗിക്കും, വളരെ ചുരുക്കം പേര് ഉപയോഗിക്കുന്നത്. അല്ല, അതിന്റെ ഉത്തരവാദിത്തമാണ് ഈ നടപടി. അതിന്റെ ഉത്തരവാദിത്തമാണ്. ഇപ്പൊ നിങ്ങളിപ്പോ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് പിടിച്ചോണ്ടാണ്. പിടിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ വന്നില്ലേ. പൊട്ടെന്ന് പറഞ്ഞാൽ ലോക പൊട്ടൻ എന്തൊക്കെയാണ് പറഞ്ഞേ. സാധനം തയ്ക്കില്ല, 60 2 കിലോ സാധനം എങ്ങനെ തയ്ക്കും? പിന്നെ കുറച്ച് പേരൊക്കെ വലിക്കും, കുറച്ച് പേര് വലിക്കില്ല. വലിക്കുന്ന ഏതെങ്കിലും ഒരുത്തനുണ്ടെങ്കിൽ അടക്കം അതിന് പണിഷ്മെന്റും അതിന് വേണ്ടിയുള്ള നടപടി എടുക്കണം. നെഞ്ചി വിരിച്ചെന്നാ പറയുന്നത്. ഇപ്പൊ നിങ്ങളൊക്കെ ഇവിടെ വന്നു നിൽക്കുന്നത് ഇതുകൊണ്ടല്ലേ. എന്തോ ഇയാളെന്തോ ഒറ്റ കൊടുത്ത് കണ്ടുപിടിച്ച പോലുണ്ട് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ മാറ്റാൻ വേണ്ട ആൾക്കാരെ നേരിച്ചിട്ടാണ് ആൾക്കാരെ ഓടാതെ. പോലീസുകാര് കഷ്ടപ്പെട്ട് അവിടെ കുത്തിപ്പിടിച്ച് കയറി ഇൻഫർമേഷൻ കിട്ടിയത് നിങ്ങളോട് പറഞ്ഞ്, ഇൻഫർമേഷൻ കിട്ടി പോലീസ് വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് അയ്യോ പോലീസേ പോരല്ലേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഉണ്ടായിരുന്നല്ലേ കാര്യമുള്ളൂ. ഇത് പിടിച്ചു കഴിഞ്ഞപ്പോ ലാസ്റ്റ് മൂപ്പര് വാടന്മാരൊക്കെ വളരെ നീറ്റാണ്. വാടന്മാരെ പ്രശ്നം കോളേജിൽ നിൽക്കാനല്ല, പിന്നെ പണപ്പിരിവ് ഹോസ്റ്റൽ നല്ല നടന്നേ. കോളേജിൽ എന്താ പറയാ, എല്ലാരും ഉപയോഗിക്കണവരല്ല എന്നാണ് ഇയാൾ പറയുന്നത്. അപ്പൊ അറിയാപ്പോ
എന്താ പറയാ, ചിലപ്പോ ഗതികേടുകൊണ്ടായിരിക്കും. എന്തെങ്കിലുമൊക്കെ പ്രതികരിച്ചാലോ പറഞ്ഞാലോ ചപ്പിയും ചള്ള അടക്കി ചെക്കന്മാര് പൊട്ടിക്കുന്നുള്ള പേടിയുണ്ട്. എന്തായതെന്ന് ആർക്കറിയാം. എന്താണെങ്കിലും ആളെ വർത്താനം എന്താണെങ്കിലും ലോക കോമഡി ആയിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ SFIന്റെ ചെങ്ങായി വന്നിട്ട് എന്ത് ചെയ്ത് പിടിച്ച് പുറത്തിറങ്ങിയിട്ട് ഞാനല്ല പാല് കുടിക്കണ മാത്രം കുട്ടിയാണ്, ഇതിനായിട്ട് കഞ്ചാവോ ലഹരിയോ ഞാൻ കണ്ടിട്ടും കേട്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഓൻ്റെ ഒരു എക്സ്പ്ലനേഷൻ ഒരു സൈഡിൽ കൂടി നടക്കുമ്പോൾ ഇതിനിടയിൽ 2 എണ്ണം ഇറങ്ങി ഓടി എന്ന് പറയുന്നുണ്ട് KSUവിന്റെ പ്രവർത്തകര്. അവരെ മെഴുകല് വേറെ രസമാണ്. എന്തുവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവും. അതെ ആകാശിന്റെ സുഹൃത്താണ്, ഞങ്ങൾ ഒരുമിച്ചാണ് ക്ലാസ്സിലും. ആകാശ് ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയോ ഒന്നുമല്ല. പിന്നെ നിങ്ങൾക്ക് എന്ത് നോക്കിയാലും ഇതെങ്ങനെ വന്നെന്നോ ഒന്നും ആരെങ്കിലും എന്തുവാണെന്ന് അറിയത്തില്ല. ഇവിടുത്തെ ഏരിയ പ്രസിഡന്റ് പറഞ്ഞത് ഈ ആദിലും അതോടൊപ്പം തന്നെ അനന്തവും ഈ വിഷയം വന്നപ്പോൾ ഇവിടെ റെയ്ഡ് വന്നപ്പോൾ നിങ്ങൾ ഓടിപ്പോയി. ഞങ്ങൾക്ക് ഓടിപ്പോകേണ്ട കാര്യമില്ല. ഞാൻ എന്റെ കൂട്ടുകാരന്റെ ഒപ്പം ഫുഡ് കഴിക്കാൻ പോയി. നീ എവിടെ പോയി? ഞാനിവിടെ നിന്ന് ഓടേണ്ട കാര്യം ഓടി ഞങ്ങൾ തിരിച്ചു വരേണ്ട കാര്യമില്ലല്ലോ. വേണേ ഇസ്ത്രീ കാണിച്ചു തരാം. ഞങ്ങൾ പോട്ടർ ഓടി പൈസ ഉണ്ടാക്കുന്നതാ. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഞാനും ഇതുപോലെ കേസിൽ നിന്നിട്ടുള്ള ആളാ. അതുകൊണ്ട് ഈ പാർട്ടിയുടെ എന്തുവാ ഒരു ഇതില് എന്താ പറയാ മത്സരിച്ചിട്ട് ഇതിനായിട്ട് എന്തുവാ ഈ മറ്റിതര രാഷ്ട്രീയക്കാരിങ്ങനെ ചെയ്യണമെങ്കിൽ പറയുന്നുണ്ട്. എന്തായാലും കിടന്നിട്ട് എന്താണെങ്കിലും നല്ല രീതിയിൽ ന്യൂസ് പുറത്തു വന്നു, ഓടി രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അല്ല ഇവര് പറഞ്ഞ നേതാക്കന്മാരുണ്ടോ ഇല്ലയോ ഒന്നും നമുക്ക് അറിയൊന്നുമില്ല. എന്താണെങ്കിലും സാധനം അതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ള ഒരു സത്യമാണ്. അതായത് ഞാൻ കൊണ്ടുപോയിട്ടതാണോ അവിടെ സ്വന്തം നടന്നു വന്നിരുന്നതാണോ ഞാൻ വ്യക്തമായിട്ടൊരു കാര്യം പറയാം. പോളിടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായപൂർത്തിയാവാത്തവരടക്കം ഉള്ള ഒരു സ്ഥലമാണ് പോളിടെക്നിക്. ഇവരുടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ലഹരി അഴിച്ചു വിടുക എന്നുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട പരിപാടി, നിങ്ങൾ ആരുമല്ല, KSU അല്ല SFI അല്ല എന്നുള്ളത് ഉറപ്പാണ്. KSUവിനും SFIക്കും എന്നുണ്ടെങ്കിൽ കേരളത്തിലുള്ള നിങ്ങളുടെ ഓരോ യൂണിറ്റിലും എല്ലാവരെയും ചെക്ക് ചെയ്ത് എല്ലാവരുടെയും ബ്ലഡ് റിസൾട്ടിന്റെ സാമ്പിളുകൾ ബ്ലഡ് റിസൾട്ടുകൾ പുറത്ത് വിട്ടിട്ട് ഞങ്ങളുടെ സംഘടന ക്ലീൻ ആണെന്ന് പറയാനുള്ള ഒരു ആർജവും ധൈര്യവും എന്ത് കാണിക്കണം. നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളത് കാണിക്കണം. നിങ്ങളൊരു വിദ്യാർത്ഥി സംഘടനയാണ്, നിങ്ങൾ മാതൃകയാവണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ KSUവും SFIയും ABVPയും നിങ്ങളുടെ സംഘടനയിലുള്ള ഓരോ മെമ്പേഴ്സിൻ്റെയും ബ്ലഡ് റിസൾട്ട്സ് ചെക്ക് ചെയ്ത് ഫേക്ക് ചെയ്തിട്ട് മറ്റേ എഡിറ്റ് ചെയ്തുള്ള സാധനങ്ങളൊക്കെ കേട്ടോ. അത് ആദ്യം പറഞ്ഞാൽ ഇനിയിപ്പോൾ അതേ സാധനം സർട്ടിഫിക്കറ്റും മറ്റേ ID കാർഡ് അടക്കം ഫേക്ക് അടിക്കണം നിങ്ങളോട് നമ്മൾ വന്നിട്ട് ഇതുണ്ടാക്കാൻ പറഞ്ഞാൽ അതും ചെയ്യും. അതെന്തായാലും ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു എന്തെങ്കിലും അതിനൊരു വഴി അല്ലേ പൊതുവായിട്ടൊരു സ്ഥലത്ത് കൊടുത്ത് എല്ലാവരും ചെക്ക് ചെയ്ത് സംഘടനയ്ക്കകത്ത് ഇതേപോലെ ലഹരി ഉപയോഗിക്കുന്നവർക്ക് 6 മാസത്തിൻ്റെ ഉള്ളിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ മാതൃകാപരമായി പുറത്താക്കി ജനങ്ങളുടെ മുന്നിൽ കാണിക്കി. ഇത് SFI, ഇത് KSU, ABVP, ഞങ്ങളുടെ സംഘടനയിൽ ലഹരി ഉപയോഗിക്കുന്നവരില്ല, 6 മാസത്തിൻ്റെ ഉള്ളിൽ ആരും ഉപയോഗിച്ചിട്ടില്ല, ബ്ലഡ് സാമ്പിൾ ചെക്ക് ചെയ്തായിരിക്കണം, ഇതുവരെയുള്ള മെമ്പേഴ്സ് എല്ലാം ക്ലീൻ ആണ്. അത് കാണിക്കാനുള്ള ആർജവം ആര് കാണിക്കണം? ഈ നേതാക്കന്മാർ കാണിക്കണം. നേതാക്കന്മാർ കാണിച്ചിട്ട് അങ്ങനെ മാതൃകയാണ്. ഞാൻ വിചാരിക്കുന്നത് എന്താ പറയുക, ഇനിയിപ്പോൾ ഈ പറയണ എന്താ പറയുക SFI ആണെങ്കിലും KSU ആണെങ്കിലും ഇവർ നേതാക്കന്മാർ ആരും ഇല്ലെന്ന് ഇരിക്കുക. എന്നാലും ഈ ഹോസ്റ്റലിൽ താമസിക്കുന്ന ഇവർക്ക് അറിയാൻ പറ്റുന്നുണ്ടാവുമല്ലോ ഇപ്പോൾ ഹോസ്റ്റലിൽ ഇങ്ങനെ കുറച്ച് സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത്. അപ്പൊ ഇവരെ ഉത്തരവാദിത്തം എന്താണ്? ഈ സാധനങ്ങൾ പുറത്തേക്ക് എടുത്ത് വിടണ്ടേ? 2 സാധനത്തിന്റെ മുകളിലും ഇതിന്റെ മുകളിലും ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. പിന്നെ കളിയ മച്ചാണ് ഈറ്റങ്ങള്. നമ്മളിപ്പോ ഈ ഏജും കാരണം എന്താ പറയുക, നമ്മുടെ നാട്ടിൽ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന സംഭവങ്ങൾ എല്ലാവരും കാണാനാണ്. അപ്പൊ ഈ ഉത്തരവാദിത്തത്തിൽ നിൽക്കുന്ന ഇവര് ഈ ഹോസ്റ്റലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവുന്നുണ്ടെന്ന് കാണുമ്പോ അത് പ്രിൻസിപ്പാളിനെ അറിയിക്കുന്ന ഇവര് പുറത്തിടണ്ടേ? അത് വലിച്ച് വിറ്റതല്ല. ഇവര് ഇപ്പൊ ഈ പറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും SFI ആണ് KSU ആണ് ആകെ മെച്ചുണ്ടായത് എന്താ അറിയോ? ന്യൂസുകാർക്ക് ഡിബേറ്റ്, ചാനലിൽ കുറച്ച് ചർച്ച, അതിൻ്റെ ഇടയിൽ അബിൻ വർക്കിയും അപ്പുറത്ത് സജീവും വന്നിരുന്നിട്ട് തമ്മിലടി വേറി. ഞാൻ അതിൽ പറയുന്നത് കേട്ടോ. ബഹുമാനപ്പെട്ട യൂത്ത് കോൺഗ്രസ് നേതാവിൻ്റെ ശിഷ്യഗണത്തിൽപ്പെട്ട KSU നേതാവായിട്ടുള്ള ആദിൽ നിഷാൻ KH, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ മാധുവിന് അയച്ചിട്ടുണ്ട്. KSUവിൻ്റെ ആർട്സ് ക്ലബ് സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ വർഷം മത്സരിച്ച കുട്ടി, ആ കുട്ടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ഈ പറഞ്ഞ ആകാശ് KSUവിൻ്റെ നേതാവാണ്, ഞങ്ങളുടെ നേതാവാണ്, ഞങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ്. ഇത് അയാളുടെ പ്രസ് മീറ്റ് നിങ്ങൾ കണ്ടായിരുന്നല്ലോ, നിങ്ങളെല്ലാവരും വൈത്താരി പോലെ കൊടുത്തതല്ല. അത് ഞാൻ മാധുവിൻ്റെ വാട്സപ്പിലേക്ക് അയച്ചിട്ടുണ്ട്. അതൊന്ന് പ്ലേ ചെയ്യൂ, ഒന്ന് കേട്ടു നോക്കൂ.
അയാൾ ആവർത്തിച്ചു പറയുന്നുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ 2 കിലോ കഞ്ചാവ് പിടിച്ച പ്രതി KSUവിന്റെ നേതാവാണ്. ഇനി എന്താണ് അഭിപ്രായം പറയാനുള്ളത്? ഇനി എന്താ പറയാനുള്ളത്? വീണ്ടും പറയാനൊന്നും വേണ്ട. ഇനി എന്താ പറയാനുള്ളത്? അതായത് പ്രവർത്തകനായാൽ അറ്റ്ലീസ്റ്റ് KSUവിന്റെ ഒരു ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ. KSUവിന്റെ കഴിഞ്ഞ തവണ മത്സരിച്ച പോസ്റ്റർ ഉൾപ്പെടെ ഇവർ പിൻവലിച്ചു. ഇതൊന്നുമില്ല. ഇനി ഏത് പോസ്റ്റർ പിൻവലിച്ചു എന്ന് KSUക്കാരൻ നിങ്ങളുടെ വാട്സാപ്പിൽ ആദിലോ നിഷാനോ നിങ്ങളുടെ പോലീസല്ലേ സഞ്ജീവ്, നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ഈ ആദിലിന് നിഷാനും പങ്കുണ്ട്. അല്ല ഞാൻ അതൊന്ന് പ്ലേ ചെയ്യാൻ അനുവദിക്കൂ. അതൊന്ന് പ്ലേ ചെയ്യാൻ അനുവദിക്കൂ. പറയൂ. ഇന്ന് രാവിലെ മാതൃഭൂമി ന്യൂസിനോട് പ്രതികരിച്ച സമയത്ത് ഈ ആദിൽ പറയുന്നതാണ്, ഞാനാണ് മത്സരിച്ചത്, പക്ഷേ ഞങ്ങളോടൊപ്പം തന്നെ യൂണിറ്റ് ഭാരവാഹിയൊക്കെ ആയി നിന്ന ആളാണ് ആകാശ് എന്നുള്ളത് ആദിൽ പറയുന്ന കാര്യമാണ്. യൂണിറ്റ് ഭാരവാഹി പറഞ്ഞിട്ടുണ്ടോ? അല്ല മാധു കേട്ട യൂണിറ്റ് ഭാരവാഹി ഉത്തരം പറയൂ. ഭാരവാഹി ഇനി പറഞ്ഞിട്ടില്ലേ? ഉണ്ടോ? നമുക്കൊന്ന് കേട്ടോക്കിയല്ലേ? നമുക്ക് എന്തായാലും ഉറപ്പ് വരുത്തല്ലോ. ആകാശ് ഭാരവാഹിയാണ്, പക്ഷേ ആകാശ് ഞങ്ങളൊപ്പം KSUവിനൊപ്പം ഉള്ളതാണ്. പക്ഷെ ഞാനാണ് മത്സരിച്ചതും പിന്നെ ഇവൻ യൂണിറ്റ് മെമ്പറൊക്കെ ആയിട്ട് നിന്നതും. ഇതിപ്പോ തീർച്ചയായിട്ടും SFI എന്നുള്ളൊരു പാർട്ടിയുടെ ഇതിൽ നിന്ന് മറ്റ് ഇതിലേക്ക് അടിച്ചേൽപ്പിക്കാനുള്ള ഒരു ഇതായിട്ട് ഭാരവാഹി എന്ന് എടുത്ത് പറഞ്ഞിട്ടില്ലെങ്കിലും ആ ക്ലിപ്പതിലില്ല, റിപ്പോർട്ടറിലുള്ള ക്ലിപ്പാണ്. മറ്റേത് ഒരു മാതൃഭൂമി എന്ന് പറഞ്ഞു എന്തായാലും ഉണ്ട്. KSUവിന്റെ ഭാഗമായിട്ട് നിന്നാന്നുള്ളത് പറയുന്നുണ്ട് ആ ചെക്കൻ. ഇനിയിപ്പൊ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇവിടെ എന്താ നടക്കുന്ന കോമഡി? KSUക്കാരാണ് എന്നുള്ളത് SFIക്കാർക്ക് തെളിയിക്കണം, SFIക്കാരനാണ് എന്നുള്ളത് KSUവിന് തെളിയിക്കണം, ABVPക്ക് ഇത് രണ്ടുപേരുമാണെന്നുള്ളത് ABVPക്ക് തെളിയിക്കണം. എടാ പൊട്ടന്മാരെ മണ്ടന്മാരെ ഏതാണെന്നുണ്ടെങ്കിലും മനുഷ്യക്കുട്ടിയല്ലേ, ഉപയോഗിക്കുന്ന ലഹരിയല്ലേ, അത് തടയാനല്ലേ. അല്ലാതെ ഇത് അവരെ തലയിൽ വെച്ച് കെട്ടിട്ടോ അല്ലെങ്കിൽ ഇപ്പുറത്ത് അവിടെ നിങ്ങോട്ട് കെട്ടിട്ടോ ചിരിച്ചിരുന്ന് വിളിച്ച് കാട്ടിയിട്ട് കാര്യമുണ്ടോ? അല്ല, ഇത് ഞാൻ നേരത്തെ ഇവരൊക്കെ ഫുട്ബോൾ തട്ടി കളിക്കണ ഇത് തട്ടി കളിക്കുമ്പോഴും ഇതിലൊരു സത്യമുണ്ട്. ഈ ഹോസ്റ്റലിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ള സത്യം അവിടെ കിടക്കുന്നുണ്ട്. ഹോസ്റ്റലിന്റെ ഉള്ളിൽ ഇതുണ്ട് എന്നും ഇത് വാങ്ങാൻ അവര് പൈസ പിരിവിട്ടിട്ടുണ്ട് എന്നും ഇതിന്റെ കച്ചവടം നടക്കുന്നുണ്ട് എന്നും ഇതിന്റെ ഉള്ളിൽ വരാനും ഇത് കച്ചവടം അവിടെ നടക്കാനും കാരണം പുറത്തുനിന്നുള്ള ഹെൽപ്പ് കിട്ടിയിട്ടാണ് എന്നുള്ളതും അതിലും വലിയൊരു കോമഡി എന്താ അറിയോ? ഇതൊക്കെ ഒറ്റി കൊടുക്കാൻ അതേ ഹോസ്റ്റലിൽ ആളുണ്ട് എന്നുള്ളതും ഇതിന്റെ സത്യം. പിന്നെ ഏറ്റവും വലിയ രസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർക്ക് എല്ലാവർക്കും പരസ്യമായിട്ടുള്ള രഹസ്യമായിരിക്കും അതിന്റെ ഉള്ളിൽ ഇത് നടക്കുന്നുണ്ടെന്നുള്ളത് പ്രിൻസിപ്പളിന്റെ വർത്താനം കേട്ടറിയില്ല, അയാൾക്കറിയാം ആരൊക്കെ ഉപയോഗിക്കും. എനിക്ക് തോന്നുന്നു പ്രിൻസിപ്പൾ ഇതിന് മുന്നേ ഇവിടുന്ന് ചെക്കന്മാരെ പൊക്കിയിട്ടൊക്കെ ഉണ്ടാവും ചിലപ്പോ, പലവട്ടം വാണിംഗ് പറയുന്നത് കേട്ടില്ലേ? സീനിയേഴ്സ് പഠിച്ചു പോയവര് വീണ്ടും കോളേജിന്റെ ഹോസ്റ്റലിൽ വന്നിട്ട് പോലുണ്ട് എന്നുള്ളത്, പിടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ. അതൊക്കെ എല്ലാവർക്കും അറിഞ്ഞുകൊണ്ട് നടക്കുന്ന പരിപാടി. ഇതിപ്പോ എന്താ അറിയോ, പോലീസിനും ഡാൻസ് ഓഫിനും നർക്കോട്ടിക്സിനും എക്സൈസിനും ഒക്കെ കുറച്ച് മൈലേജ് കിട്ടണം. ഒരു കോളേജിൽ കയറി അതൊരു പറഞ്ഞ എന്താ പറയാ സർക്കാർ കോളേജിൽ കയറി പൊക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു മിനിമം ക്വാണ്ടിറ്റി. ഇതിപ്പോ എത്ര കാലം അകത്ത് കിടക്കും? മെയിൻ പ്രതി ആയിട്ടുള്ളവൻ എത്ര കാലം കിടക്കും? കിടക്കൂല. 10-14 ദിവസം കൊണ്ട് പുറത്തിറങ്ങി പോലും ഇറക്കി കൊണ്ടുവരാൻ ആൾക്കാരുണ്ടാവും ഇവിടെ. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇത് പോലീസായിരിക്കും ഒരു മൈലേജ്. ഈ മാത്രല്ല നമ്മളെ കേരളത്തിലെ ജനങ്ങളൊക്കെ ആകെ ചൂടിളക്കി നിൽക്കുകയാണ്. ഇതാരും ഒന്നും പിടിക്കണില്ല, ഇതാക്കണില്ല. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോ ഇടപെടലുകളൊക്കെ പോലീസൊക്കെ നടത്തുന്നുണ്ടെന്ന് കാണുമ്പോ കേരളം ഒന്ന് ശാന്താവും. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഓരോ ഡ്രാമ ആയിരിക്കാനാണ് ഞാൻ പറയുമ്പോ ഇത് പിടിക്കണം ചെയ്യണം. എങ്ങനെ അറിയാം, കേരളത്തിൽ ഒരു തല മുതൽ അങ്ങേ തല വരെയുള്ള എല്ലാ കോളേജിലും എല്ലാ ഹോസ്റ്റലിലും കയറി പിടിക്കാനുള്ള ആർജവം പോലീസും നർക്കോട്ടിക്സും ഡാൻസ് ഓഫും കോളേജിൽ നിന്ന് മാത്രമല്ല ഇത് ഉപയോഗിക്കുന്ന കുട്ടികളെ പിടിക്കണ്ടെന്നുള്ളതല്ല, പക്ഷെ ഇതിന്റെ ഉറവിടം എവിടെ നോക്കിട്ട് അവിടെ പിടിച്ചല്ലോ. നിങ്ങളറില്ലേ ആഫ്രിക്ക എന്നുള്ള ഒരുത്തന്നെ പിടിച്ചില്ലേ? പൊട്ടന്മാരെ ഞാൻ നേരത്തെ പറഞ്ഞു, ഞാൻ ആഫ്രിക്കയിൽ നിന്ന് പിടിച്ചു പറഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കമ്മനളി ബാംഗ്ലൂരിൽ പോയിട്ട് ആഫ്രിക്കക്കാരെ പിടിക്കാൻ നടന്നു കഴിഞ്ഞാൽ 2 ട്രെയിനിന് കൊണ്ടുവരാനുള്ള ആഫ്രിക്കക്കാർ അവിടെ സാധനം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. മനസ്സിലായോ? എന്നിട്ട് ഏതോ ഒരു ആഫ്രിക്കക്കാരനെ വയനാട്ടിൽ നിന്ന് പിടിച്ചിട്ട് പറഞ്ഞു ഇവനാണ് മെയിൻ കണ്ണീത്. എന്ത് ഗതികെട്ട നാടടെ ഇത്. ഒരു ആഫ്രിക്കക്കാരനും അല്ല, ഒരു മറ്റേ സുഡാനിയല്ല, ഇവിടുത്തെ പച്ച മലയാളികൾ നമ്മളടയിൽ തന്നെ ഉള്ളവര് ഇത് വിറ്റ് കാശാക്കുന്നത്. ഇവർക്കൊക്കെ ആവശ്യം എന്താ അറിയോ? ഇവിടുത്തെ യൂത്തിന് ചിന്ത മരവിക്കണം, ബുദ്ധി മരവിക്കണം. ഇവിടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ഇവരെന്ത് ചെയ്യരുത്, ഇവര് പോവരുത്. ഇവിടെ ആവശ്യമുള്ളവർക്ക് മാത്രമേ എന്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടുത്തെ പൊളിറ്റിക്സ് വളരെ രീതി നിങ്ങൾ നോക്കും. ഇപ്പൊ ഈ സംസാരിച്ച SFIന്റെ നേതാവ്
ഓൻ പറയുന്നത് നിങ്ങള് മറ്റത് എല്ലാരും പിണറായി വിജയന്മാരാ. നിങ്ങളൊന്ന് ആലോചിച്ച്, കമ്മ്യൂണിസ്റ്റ് ആയാലും കുട്ടി നേതാക്കന്മാരൊക്കെ എന്താ എല്ലാരും ആ ഒരു ശൈലി സ്വന്തം ഐഡന്റിറ്റി പോലും ഇവിടെ രാഷ്ട്രീയത്തിൽ യുവ നേതാക്കൾക്കോ യൂത്തിനോ ഇല്ല. പിണറായി വിജയനെ കോപ്പി അടിച്ച് കുറെ എണ്ണം, അപ്പുറത്ത് VD സതീഷിനെ കോപ്പി അടിച്ച് കുറെ എണ്ണം. മുഖ്യമന്ത്രി സംസാരിക്കുന്നത് ആ കണ്ണൂര് അല്ലെങ്കിൽ ആ ഒരു പിണറായി എന്ന സ്ഥലത്തെ പ്രദേശത്ത്. ഇതിപ്പോ എന്താ വെച്ചാൽ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാവരും അത് ചാനൽ ചർച്ചയിലൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണ് സംസാരിക്കുന്നത്. പിന്നെ അതിൽ ആകെ വ്യത്യാസമുള്ളത് ജയിക്ക് മാത്രം. ചിരിച്ചോണ്ടിരിക്കുന്നോണ്ട് വർത്താനം പറയാൻ സമയമല്ല. ടൈമില്ലാത്തതിന്റെ പ്രശ്നം. അതെ, ടൈമില്ലാത്ത പ്രശ്നം. ഇനി മറ്റോടത്ത് ഒരു നോക്കിയാലോ, അപ്പുറത്ത് നേരെ ഉൾട്ടയാണ്. അവിടെ എങ്ങനെയൊക്കെ മോഡേൺ ആവാന്നുള്ളത് നല്ലതാണ്, കുഴപ്പമില്ല പിന്നെയും. പക്ഷെ എന്നാലും എന്താ പറയുക, അവിടെയും കോപ്പിയടി ഉണ്ട്. അവിടെ രാഹുൽ ഗാന്ധിനെ കോപ്പി അടിക്കുന്നത്. അവിടെ പിന്നെ അവരെന്താ പറയാ, അവര് തന്നെ തമ്മിൽ തല്ല് തീർന്നിട്ട് പരിപാടി. ഒരുത്തൻ നന്നാവാൻ അവിടെ സമ്മതിക്കില്ല. പിന്നെ കോൺഗ്രസിന് അങ്ങനെ ഒരു ഗുണമുണ്ട്, ഏതെങ്കിലും ഒരു നേതാവ് പൊങ്ങി വരുന്നുണ്ടെങ്കിൽ അപ്പൊ പൊങ്ങിണ്ടിരുന്ന ഓനെ വിളിച്ചത് താഴ്ത്തിട്ടുള്ളൂ. അതെ, മറ്റേ മരുമോളെ കരച്ചില് കണ്ടാലും വേണ്ടില്ലാണ്ടൊരു സാധനം ഉണ്ടല്ലോ, ആ സാധനം പറയണ പോലെ. BJP-നെ കുറിച്ച് നമ്മൾ പറയുന്നില്ല. പൊങ്കാലയ്ക്ക് കണക്ക് വന്ന് പറഞ്ഞ് പൊങ്കാല ഫുള്ള് കിട്ടിയൊരു കേന്ദ്ര സഹമന്ത്രി ഉള്ള ഒരു നാടാണ് നമ്മളത്. അയ്യോ, അതിനും വലിയ കോമഡി നിങ്ങൾ സുരേഷ് ഗോപി എന്ന് പറഞ്ഞു. എന്ത് മനുഷ്യൻ, ഇതൊക്കെയാണ് ഈ നാട്ടിലെ രാഷ്ട്രീയം, ഈ നാട്ടിലെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. തമാശയാണ് ഈ സത്യം പറഞ്ഞു. എന്താ പറയാ, BJP-ക്ക് ഇവിടെ ഭരണം കിട്ടിയാൽ മാത്രം മതി. അത് അവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തോ ജനങ്ങളിലേക്ക് ഇറങ്ങി അത് നടക്കില്ല. അത് ഞങ്ങൾക്ക് താല്പര്യമില്ല. പക്ഷെ ഞങ്ങൾക്ക് ഭരണം കിട്ടണം. BJP-ക്ക് ഭരണം കിട്ടണം. മറ്റേക്ക് തൃശ്ശൂർ കിട്ടിയാൽ മതി, കേരളം കിട്ടണം ആണ് ഓരാവശ്യം. അതെ, എങ്ങനെയൊന്നുമില്ല, കിട്ടണം. അതെ, എന്തായാലും കൊള്ളാം. ഓക്കെ, ബൈ. ഇനിയിപ്പോ ഇതുകൊണ്ട് ഞാൻ ഞെട്ടിക്കൊണ്ട് വന്നതല്ലേ, ഞെട്ടിട്ട് രാവിലേക്ക് പുതിയ ന്യൂസുകളൊന്നും ഞെട്ടാനുള്ളത് ഉണ്ടോ നോക്കാം.